Welcome students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് ലോ ആണ്. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് ലോയിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരു ചാർജ്ഡ് വയർ, യൂണിഫോംലി ചാർജ്ഡ് വയർ, ആ വയറിൽ നിന്ന് r ദൂരം മാറി ഒരു പോയിൻ്റ് എടുക്കുക. ആ പോയിൻ്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഗോസ് ലോ വെച്ച് എന്താ കിട്ടി? E is equal to ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി is equal to lambda by 2pi epsilon 0 r, where lambda is the charge per unit length. ഒരു മീറ്ററിനുള്ള ചാർജാണ് ലാംഡ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? യൂണിഫോംലി ചാർജ് സ്പെറിക്കൽ ഷെൽ, ഒരു ഷെല്ല്, യൂണിഫോംലി ചാർജ് സ്പെറിക്കൽ ഷെൽ. ആ ഷെല്ലിൻ്റെ 3 പോയിൻ്റ് എടുത്തു നമ്മൾ. ഏതൊക്കെയാണ്? ഒന്ന് ഔട്ട്സൈഡ് ദ ഷെൽ, ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ ആൻഡ് ഇൻസൈഡ് ദ ഷെൽ. ഇൻസൈഡ് ദ ഷെല്ല് നമ്മൾ കണ്ടു ഇറ്റ് ഈസ് 0. ഇനി ഔട്ട്സൈഡ് ദ ഷെൽ എന്തായിരിക്കും? ഔട്ട്സൈഡ് ദ ഷെല്ല് വി ഫൗണ്ട് ഇറ്റ് ആസ് 1/4pi epsilon 0 q by r square. എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബിഹേവ് ആസ് എ പോയിന്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ. ക്യൂ ചാർജുള്ളൊരു ഷെല്ല് വെച്ചിട്ട് പുറത്ത് ഒരു ഫീൽഡ് കണ്ടുപിടിച്ചാൽ, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചാൽ, അതേ ചാർജുള്ള ഒരു പോയിന്റ് ചാർജ് ഈ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവുമോ ആ ഇലക്ട്രിക് ഫീൽഡ് തന്നെ ആയിരിക്കും ചാർജ്ഡ് ഷെല്ലും ഉണ്ടാക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബിഹേവ് ആസ് എ പോയിന്റ് ചാർജ് ഓഫ് സെയിം ചാർജ് പ്ലേസ്ഡ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. സർഫസ് ഓഫ് ദ ഷെല്ല് നമ്മൾ കണ്ടുപിടിച്ചു ഇറ്റ് ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0, വേർ സിഗ്മ ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. ഈ പ്രോബ്ലം വളരെ സിമ്പിളാണ്, വെറുതെ ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. തുടക്ക പ്രോബ്ലം തന്നെ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഫസ്റ്റ് പ്രോബ്ലം ഈസ് ആൻ ഇൻഫിനിറ്റ് ലൈൻ ചാർജ് പ്രൊഡ്യൂസ്ഡ് എ ഫീൽഡ് ഓഫ് 9 × 10⁴ Newton per Coulomb at a point distant 2 centimeters. അതായത് ഇതൊരു യൂണിഫോംലി ചാർജ്ഡ് വയറാണ്. അതിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ മാറിയിട്ടുള്ളൊരു പോയിൻ്റാണ് P. ഈ ഡിസ്റ്റൻസ് 2 സെൻറ്റിമീറ്റർ. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയിട്ടുണ്ട്. E at this point P is 9 × 10⁴ Newton per Coulomb or Newton Coulomb raised to -1, whatever it is. 2 ശരിയാണ്. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? ഇതിൻ്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡയാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. ലാംഡ നമുക്കറിയാവുന്ന ഫോർമുല എന്താണ്? E is equal to, അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ എഴുതുക. E is equal to 9 × 10⁴ Newton per Coulomb. Then R is equal to 2 centimeter is equal to 2 × 10⁻² meter. 2 centimeter നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. Now we know lambda is equal to, നമുക്കറിയാവുന്ന ഫോർമുല എന്താണ്? E is equal to lambda by 2pi r epsilon 0. ഇതാണ് നമുക്കറിയാവുന്ന ഫോർമുല. ഇതിൽ E അറിയാം, എപ്സിലോൺ നോട്ട് യു നോ ദ വാല്യൂ, r തന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം അറിയാം. സോ വാട്ട് വിൽ ബി ലാംഡ? നമുക്ക് ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. ലാംഡ വിൽ ബി ഈക്വൽ ടു E × 2pi epsilon 0 r. That's it. E × 2pi epsilon 0 r. That is equal to, what is E? 9 × 10⁴ into 2 into 3.14 into, what is the value of epsilon 0? Value of epsilon 0 is 8.854 into 10⁻12. What is the unit of epsilon 0? Coulomb square meter raised to Newton raised to -1, meter raised to -2. That is the unit. So 3.14 into epsilon 0 is 8.854 into 10⁻12 into r. R is 2 × 10⁻². അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയെടുക്കുക. E എന്ന് പറയുന്നത് 9 × 10⁻⁴,
2 into pi 3.14. Epsilon 0 is 8.854 into 10 raised to minus 2 into 2 into 10 raised to 1. This answer you will get 10 raised to minus 7. What will be the unit? Lambda unit is it is the charge per unit length. Charge in the unit coulomb per length per meter. So coulomb per meter. This is the answer. This is the answer. So this is the note. This is a simple question. രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. The nucleus of an atom of gold has a radius of 6.2 into 10 raised to minus 15 meters. ഒരു ഗോൾഡിൻ്റെ ആറ്റം എടുക്കുകയാണ്. ഗോൾഡിൻ്റെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് ആണ് പറഞ്ഞേക്കുന്നത്. സപ്പോസ് ഇത് ഗോൾഡ് ആറ്റം, അതിൻ്റെ ന്യൂക്ലിയസ് ഇതാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. ആർ ഈസ് ഗിവൺ ബൈ 6.2 into 10 raised to minus 15 meters. ചോദ്യം എന്താണ്? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് ദ ന്യൂക്ലിയസ്. അതായത് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്ര? ദെൻ at a distance 2r from the center of the nucleus. ഇതാണ് സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ്, ഇത് 6, അപ്പോൾ ഇത് 2r. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്ര? ഒന്ന് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്ര ന്യൂക്ലിയസിൻ്റെ സർഫസിൽ, പിന്നെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് മാറി, r is 2r. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2r ആണ്. r is the radius. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 6, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 2r. ഇവിടെ രണ്ടിടത്തെയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കാണേണ്ടത്. സോ നമുക്കറിയാവുന്ന ഫോർമുല എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് സ്പെറിക്കൽ ചാർജ്ഡ് ബോഡി, സോളിഡ് സ്പിയർ, യൂണിഫോംലി ചാർജ്ഡ് സോളിഡ് സ്പിയർ സിലബസിൽ പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് ഇതിനാവശ്യമായിട്ട് വരും, എൻട്രൻസിന് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അതിൻ്റെ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട്. അത് ഞാൻ അടുത്ത ദിവസം ആ വീഡിയോ ഇടാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ളത്. അപ്പോൾ ഇത് തൽക്കാലം ചാർജ്ഡ് ഷെല്ലാണെങ്കിലും, യൂണിഫോംലി ചാർജ്ഡ് ഷെല്ലാണെങ്കിലും സ്പിയർ ആണെങ്കിലും സർഫസിലെ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/4 pi epsilon 0 q/r². അതാണ് നമ്മൾ പിന്നെ ഈ ക്യൂക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ടാണ് σ/ε0 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക, ഈ ഫോർമുലയാണ് നമുക്കിപ്പോൾ ഉപയോഗിക്കേണ്ടത്. ഇത് തന്നെ ആയിരിക്കും യൂണിഫോംലി ചാർജ്ഡ് സോളിഡ് സ്പിയറിൻ്റെ. അപ്പോൾ ന്യൂക്ലിയസ് ഷെല്ലായിട്ട് എടുക്കണമെന്നില്ല, ചാർജ്ഡ് സ്പിയറായിട്ട് തന്നെ നിങ്ങൾ എടുത്തോളൂ, സോളിഡ് സ്പിയറായിട്ട് തന്നെ എടുത്തോളൂ. അപ്പോഴും ഇത് തന്നെ ആയിരിക്കും. നിങ്ങളുടെ സിലബസിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ നമുക്ക് എടുത്തെഴുതാം. തന്നിരിക്കുന്ന ഡേറ്റ എന്താണ്? റേഡിയസ് r of nucleus, r is equal to 6.2 into 10 raised to minus 15 meter. Now atomic number of gold is equal to 79. And then atomic number, it represents the number of protons inside the nucleus. ആ പ്രോട്ടോണിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിൻ്റെ എണ്ണമാണ് പറഞ്ഞേക്കുന്നത്. So what will be the charge of the nucleus? Charge of the entire nucleus. So charge of entire nucleus, charge enclosed by the nucleus എത്രയായിരിക്കും? ഒരു പ്രോട്ടോണിന് എത്രയുണ്ട്? 1.6 into 10 raised to minus 19 coulombs. അങ്ങനെ എത്ര എണ്ണമുണ്ട്? 79 എണ്ണമുണ്ട്. സോ ടോട്ടൽ ചാർജ് Q വിൽ ബി ഈക്വൽ ടു 79 into charge of one proton 1.6 into 10 raised to minus 19 coulombs. Okay, so you got Q. R കിട്ടിയിട്ടുണ്ട്. Now we have to find out first case, electric field intensity at the surface. Surface R is equal to small r is equal to capital.
will be equal to 1 by 4 pi epsilon 0 q by r square. You know the value of 1 by 4 pi epsilon 0, that is equal to 9 into 10 raised to 9. That's the value of 1 by 4 pi epsilon 0 into, what is q? 79 into 1.6 into 10 raised to minus 19 divided by, what is r? 6.2 into 10 raised to minus 15 the whole square. So this will be the answer, and you will get the answer as 3 into 10 raised to 21. So this will be equal to 3 into 10 raised to 21 Newton per coulomb. This will be the answer. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുത്തോളൂ. ഇവിടെ സോളിഡ് സ്പിയറിനും ഇത് തന്നെയാണ് ഈക്വേഷൻ. ഓൺ ദ സർഫസ് ഓഫ് ദ ഷെല്ലും ഔട്ട്സൈഡ് ദ ഷെല്ലും സോളിഡ് സ്പിയർ ആണെങ്കിലും ഹോളോ സ്പിയർ ആണെങ്കിലും ഷെല്ലാണെങ്കിലും ഒരേ വാല്യൂ തന്നെയാണ്. സോളിഡ് സ്പിയർ നിങ്ങൾക്ക് പഠിക്കാനില്ല എന്ന് ഞാൻ പറഞ്ഞു, അത് ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട്, അടുത്ത വീഡിയോ അത് മാത്രമായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്, കാരണം എൻട്രൻസിന് സഹായകമാകുന്നതുകൊണ്ട്. സോ ഈ ഫോമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, റൈറ്റ് ഡൗൺ. A flat square sheet of charge of side 50 cm carries a uniform charge density. അതായത് 50 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു സെൻറ്റിമീറ്റർ, ഇതും 50 സെൻറ്റിമീറ്റർ, ഒരു ചാർജ്ഡ് ഷീറ്റ് ഇട്ടു. ഈ ചാർജ് ഷീറ്റിൻ്റെ അടുക്കലാണ് ഇലക്ട്രോൺ 1.5 centimeters from a point near the center of the sheet experiences a force of 1.8 into 10 raised to minus 12 Newton. അതായത് ഇതാണ് ആ ഷീറ്റ് എന്നിരിക്കട്ടെ, 50 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ആ ഷീറ്റിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ മാറി? 1.5 സെൻറ്റിമീറ്റർ മാറി. വി ആർ കീപ്പിംഗ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ ആ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് ആൻ ഇൻഫിനിറ്റ്ലി ചാർജ്ഡ്, ഇൻഫിനിറ്റ് സൈസുള്ള ഒരു ഇതാണ് ഇത്. ഇവിടെ കൊണ്ടൊരു ഇലക്ട്രോൺ വെച്ചാൽ ആ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഈ 50 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള ചാർജ് ഷീറ്റ് എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് ഷീറ്റ് തന്നെയായിട്ട് ഉപയോഗിക്കണം. ബിക്കോസ് ദ ഇലക്ട്രോൺ ഈസ് വെരി വെരി സ്മോൾ. അപ്പോൾ ഒരു ഇലക്ട്രോൺ കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ആ ഇലക്ട്രോണിന് ഇറ്റ് എക്സ്പീരിയൻസ് റിപ്പൾസീവ് ഫോഴ്സ് away from a force of 1.8 Newton into 10 raised to 12 Newton minus 12 Newton directed away from the sheet. ഇപ്പോൾ ഇതാണ് ആ ഷീറ്റെങ്കിൽ ആ ഷീറ്റിൻ്റെ 1.5 സെൻറ്റിമീറ്റർ മാറ്റി ഒരു ഇലക്ട്രോൺ വെക്കുകയാണ്. ആ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് എ റിപ്പൾസീവ് ഫോഴ്സ്. ആൻഡ് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദറ്റ് ഫോഴ്സ്? Magnitude of the force is 1.8 into 10 raised to minus 12 Newton. അപ്പോൾ ഇതാണ് ഷീറ്റ് എന്നിരിക്കട്ടെ. ആ ഷീറ്റിൽ നിന്ന് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ദിസ് ഈസ് 1.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് എ റിപ്പൾസീവ് ഫോഴ്സ്. ഇത് ഇവിടുത്തെ ചാർജ് എത്രയാണ്? മൈനസ് 1.6 ഇൻറ്റു 10 raised to minus 19 coulombs. That is the charge of the electron. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു 1.8 ഇൻറ്റു 10 raised to minus 12 Newton. അത്രയും ഫോഴ്സിൽ ഇതിങ്ങനെ തള്ളിപ്പോന്നു. സോ നമ്മൾ ഈ ഇൻഫിനിറ്റ് ഷീറ്റിൻ്റെ ഒരു പ്ലെയിൻ ഷീറ്റിൻ്റെ ഒരു ഫോർമുല നമ്മൾ ഉണ്ടാക്കിയായിരുന്നു ഗോസ് ലോ ഉപയോഗിച്ച്. E is equal to sigma by 2 epsilon 0. അപ്പോൾ നമുക്കറിയാവുന്ന ഫോർമുല ഇതാണ്. സോ വി ഹാവ് ടു യൂസ് ദാറ്റ്. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ എഴുതുക. സൈഡ് ഓഫ് ദ ഷീറ്റ് is equal to 50 centimeter. That is equal to 50 into 10 raised to minus 2 meter. എല്ലാം നിങ്ങൾ SI സിസ്റ്റത്തിലോട്ട് മാറ്റണം. No, uniform charge density. So charge of the electron is equal to 1.6 into 10 raised to minus 19 coulombs.
Now what is the distance? Distance is equal to 1.5 centimeter, that is equal to 1.5 into 10 raised to minus 2 meter. ഇനി നമുക്കറിയാവുന്ന ഫോർമുല എന്താണ്? We know E is equal to sigma by 2 epsilon 0. E എന്താണെന്ന് അറിയാം. E എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇവിടെ പക്ഷേ E ഒന്നും തന്നിട്ടില്ല. വാട്ട് ഈസ് ഗിവൺ? ഫോഴ്സ് ഈസ് ഗിവൺ. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് by electron is equal to 1.8 into 10 raised to minus 12 Newton. നിങ്ങൾ അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് an ഐഡിയ. നിങ്ങളതൊന്ന് വിഷ്വലൈസ് ചെയ്തേ. ഈ ഇലക്ട്രോൺ, ഇപ്പോൾ ഇതാണ് ഷീറ്റ്, അവിടെ നിന്ന് ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ഫോഴ്സ് എത്രയാണ്? റിപ്പൾസീവ് ഫോഴ്സാണ്. 1.8 into 10 raised to minus 12 coulombs, ന്യൂട്ടൺസ്. ഈ ഫോഴ്സിന് വേറൊരു ഫോർമുല നമുക്ക് ഉണ്ടാക്കാൻ, നമുക്ക് കണ്ടുപിടിക്കേണ്ട E ആണ്. E എന്ന് പറയുന്ന വാട്ട് ഈസ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇവിടെ നമുക്ക് എന്തറിയാം? ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ 1.6 into 10 raised to minus 19 നെഗറ്റീവ് ചാർജ്, അതറിയാം. അപ്പോൾ അങ്ങനെ ടെൽ യു വൺ തിങ്, നമുക്കറിയാവുന്ന ഫോർമുല ദ E എന്ന് പറയുന്ന വാട്ട് ഈസ് E? E ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് by unit charge. Unit positive charge. E is the force experienced by unit positive charge. നമുക്കിവിടെ എന്തുണ്ട്? ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ an electron. മനസ്സിലായോ? So let F be the force experienced by the electron. Then what will be F? F will be equal to E ആണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നിരിക്കട്ടെ. ആ 1.5 സെൻറ്റിമീറ്റർ മാറിയുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ലെറ്റ് ഇറ്റ് ബി E. അതെന്താണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ 1.6 into 10 raised to minus 19 കുളുമ്പ് വെച്ചാലോ ദ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു E into E. ഈ ചാർജ് വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് സ്മോൾ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ. ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഈ ചാർജ് കൊണ്ട് വെച്ചാലോ ഇറ്റ് വിൽ ബി ഇ ഇൻറ്റു ഇ. ഓക്കെ, നൗ ഞാനിതൊന്ന് വായിക്കുന്നു. അപ്പോൾ നമുക്കെന്ത് കിട്ടി? എഫ് ഇസ് ഈക്വൽ ടു ഇ ഇ. അതിൻ്റെ നെഗറ്റീവ് സൈഡൊക്കെ പോട്ടെ, കാര്യം എന്ന് വെച്ചാൽ അത് ഓപ്പോസിറ്റ് സൈഡിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ നെഗറ്റീവ് എന്ന് എഴുതിയത്. അപ്പോൾ നമുക്ക് എഫ് എത്രയാണ്? 1.8 into 10 raised to minus 12 Newton will be equal to E is 1.6 into 10 raised to minus 19 into E. Then from that you can calculate E. What will be E? E will be equal to 1.8 into 10 raised to minus 12 by 1.6 into 10 raised to minus 19. That is the value of E. നമുക്ക് കാണാൻ പറഞ്ഞേക്കണ E അല്ല, ഡിറ്റർമിൻ ദ ടോട്ടൽ ചാർജ് ഓൺ ദ ഷീറ്റ്. നമുക്കിപ്പോൾ E കിട്ടി, ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. നമുക്കറിയാവുന്ന ഫോർമുല എന്താണ്? E is equal to sigma by 2 epsilon 0. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സിഗ്മ കണ്ടുപിടിക്കാം. നമുക്ക് E കിട്ടി, അപ്പോൾ അതിൽ നിന്ന് സിഗ്മ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് വി നോ E is equal to sigma by 2 epsilon 0. E is equal to sigma by 2 epsilon 0 or 1.8 into 10 raised to minus 12 by 1.6 into 10 raised to minus 19. That is E is equal to
sigma by 2 into, what is the unit of epsilon 0? 8.854 into 10 raised to minus 12. From that you can find out sigma. What is sigma? Sigma is equal to 1.8 into 10 raised to minus 12 into ഈ ഭാഗം ഇങ്ങോട്ട് പോകും ഇൻറ്റു 2 ഇൻറ്റു 8.854 ഇൻറ്റു 10 raised to minus 12 divided by 1.6 into 10 raised to minus 19. So this is the value of sigma. ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന എന്താണ് ചാർജ് പെർ, ഇപ്പോൾ ഇതാണ് ഷീറ്റ് എന്നിരിക്കട്ടെ, ഇതാണ് ചാർജ് ഷീറ്റ്, എന്തോട്ടെ നെഗറ്റീവോ പോസിറ്റീവോ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഒരു ഇലക്ട്രോൺ 1.5 സെൻറ്റിമീറ്റർ അകലെ വന്നപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഈ പറയുന്ന 1.8. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ കിട്ടി. ദാറ്റ് ഈസ് സിഗ്മ. ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഈസ് ദിസ് മച്ച്. നൗ പഠിക്കേണ്ട ക്യൂ ആണ്. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ക്യൂ? ക്യൂ ഈസ് ഈക്വൽ ടു, വാട്ട് ഈസ് സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ദാറ്റ് ഈസ് ക്യൂ ബൈ എ ഈസ് ഈക്വൽ ടു സിഗ്മ. സോ ക്യൂ വിൽ ബി ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ. സിഗ്മ കിട്ടി. സോ ക്യൂ വിൽ ബി ഈക്വൽ ടു, വാട്ട് ഈസ് ദ ഏരിയ? ഇതിൻ്റെ ഒരു സൈഡിൻ്റെ നീളം എത്രയാണ്? 50 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് 50 ഇൻറ്റു 10 raised to minus 2. അപ്പോൾ സ്ക്വയർ ആകുമ്പോൾ ഇറ്റ്സ് ഏരിയ വിൽ ബി ഇൻറ്റു 50 ഇൻറ്റു 50. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ക്യൂ വിൽ ബി ഈക്വൽ ടു 50 ഇൻറ്റു 10 raised to minus 2 whole square. That will be the area into sigma, that is 1.8 into 10 raised to minus 12 into 2 into 8.854 into 10 raised to minus 12 divided by 1.6 into 10 raised to minus 19. So അത് നെഗറ്റീവ് ആയിരിക്കും. So you will get the value of this much coulomb. That is the answer. അത് മൈനസ് ആയിരിക്കും. അപ്പോൾ ക്യൂ വിൽ ബി നെഗറ്റീവ്. അപ്പോൾ ചാർജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിറ്റർമിൻ ദ ടോട്ടൽ ചാർജ് ഓഫ് ദ ഷീറ്റ്. ഇറ്റ് ഈസ് നെഗറ്റീവ് ചാർജ്. അതല്ലേലും നമുക്കറിയാമല്ലോ, ഒരു ഇലക്ട്രോൺ വെക്കുമ്പോൾ ഫ്ലൈ ഓഫ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് റിപ്പൽ ചെയ്യണമെങ്കിൽ ദ ചാർജ് ഈസ് നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് ക്യൂയുടെ വാല്യൂ കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലം നിങ്ങൾക്ക് സബ്ജക്റ്റ് നന്നായിട്ട് മനസ്സിലായാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എ ലാർജ് പ്ലേറ്റ് ഓഫ് സർഫസ് ചാർജ് ഡെൻസിറ്റി 5 into 10 raised to minus 6 coulomb per meter square ലൈസ് ഇൻ XY പ്ലെയിൻ. ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി ഇത്രയുള്ള ഒരു വലിയൊരു പ്ലെയിൻ ഷീറ്റാണ്. ദാറ്റ് ലൈസ് ഇൻ ദ XY പ്ലെയിൻ. ഇതാണ് എക്സ്, ഇത് വൈ എന്നിരിക്കട്ടെ. ഈ ആക്സിസ് വൈ, ഈ ആക്സിസ് എക്സ്. അപ്പോൾ XY പ്ലെയിനിലാണെങ്കിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ചാർജ് ഷീറ്റ്. ഫൈൻഡ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർക്കുലർ ഏരിയ ഓഫ് റേഡിയസ് 0.1 മീറ്റർ. ഇവിടെ ഒരു സർക്കുലർ ഏരിയ ഉണ്ട്, വെറുതെ ഒരു ഇമാജിനറി സർക്കുലർ ഏരിയ. ആ സർക്കുലർ ഏരിയയിൽ കൂടി പോകുന്ന ഫ്ലക്സ്, ഈ ഷീറ്റ് കാരണം ഈ ഷീറ്റിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതാണ് ഫ്ലക്സ്. അപ്പോൾ ഇവിടെ ഒരു സർക്കുലർ ഏരിയ ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്. ആ സർക്കുലർ ഏരിയയിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫ്ലക്സ്, അതാണ് ചോദ്യം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ആ സർക്കുലർ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന് കറക്റ്റ് പാരലായിട്ട് ഇങ്ങനെയല്ല നിൽക്കുന്നത്. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി. ഏത്? ഈ സർക്കുലറിൻ്റെ നോർമൽ. ഇതൊരു സർക്കിളാണെന്ന് സപ്പോസ് ദിസ് മൈ ഹാൻഡ് ഈസ് സർക്കിൾ എന്ന് വിചാരിക്കുക. ഇതാണ് പ്ലെയിൻ ഷീറ്റ് എന്ന് വിചാരിക്കുക. ഈ പ്ലെയിൻ ഷീറ്റിലാണ് ചാർജ് ചെയ്തേക്കുന്നത്, യൂണിഫോംലി ചാർജ്. അതിൻ്റെ അപ്പുറത്താണ് വേറൊരു സർക്കുലർ ഏരിയ. എൻ്റെ കൈയാണ് സർക്കുലർ ഏരിയ എന്ന് വയ്ക്കുക. ഇറ്റ് ഈസ് സർക്കുലർ ഷേപ്പ് എന്ന് വിചാരിക്കുക. പക്ഷേ സർക്കുലർ ഏരിയയുടെ കിടപ്പ് എങ്ങനെയാണെന്നറിയാം?
ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, അല്ലെങ്കിൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ. ഞാൻ പടം വരയ്ക്കുമ്പോൾ ക്ലിയർ ആകും. ഇത് ഈ സർക്കിളിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ സർക്കുലർ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് നോർമൽ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ. ദിസ് ഈസ് ദ നോർമൽ ഓഫ് ദ സർക്കുലർ ഏരിയ. ഇങ്ങനെ ആ നോർമൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. നോർമൽ മേക്സ് ആൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ഇസഡ് ആക്സിസ്. ഇസഡ് ആക്സിസുമായിട്ട് അതിൻ്റെ നോർമൽ 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കൂടി പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? അപ്പോൾ നമുക്ക് ആദ്യം ആ പടം ഒന്ന് വരയ്ക്കാം. സപ്പോസ് ദിസ് ഈസ് ദ, ഇമാജിൻ ദാറ്റ് ദിസ് ഈസ് ദ ഷീറ്റ്. ഇതാണ് യൂണിഫോംലി ചാർജ് ഷീറ്റ്. ഞാൻ ഈ ആക്സിസിനെ എക്സ് ആക്സിസ് എന്നെടുത്തു. ഈ ആക്സിസ് വൈ ആക്സിസുമാണെന്ന് ഇമാജിൻ ചെയ്യാം. സോ ദ ഷീറ്റ് ഈസ് പെർപെൻഡിക്കുലർ പാരലൽ ടു ദ എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ ഇതാണ് എക്സ് വൈ പ്ലെയിൻ. ആ എക്സ് വൈ പ്ലെയിനിന് പ്രത്യേക പാരലായിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഷീറ്റ് ഇതിൻ്റെ ബോർഡിനുള്ളിലോട്ട് നിൽക്കുന്നതായിട്ട് തോന്നുക. ഇനി അപ്പോൾ ഇസഡ് ആക്സിസ് ഏതായിരിക്കും? ഇതായിരിക്കും ഇസഡ് ആക്സിസ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. എക്സ് വൈ പ്ലെയിനിലാണ് ഈ ഷീറ്റ് കിടക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്ന സർക്കുലർ ഏരിയ. സർക്കുലർ ഏരിയ ഈ സംഭവം ഹിയർ. ഇവിടെ നിന്ന് ഇങ്ങനെ മാറിയിട്ട് ഇതാണ് സർക്കുലർ ഏരിയ എന്ന് വിചാരിക്കാം. ഇങ്ങനെ കിടക്കുകയാണ് സർക്കുലർ ഏരിയ. സർക്കുലർ ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ നോർമൽ, ഈ സർക്കുലർ നേരെ ഇങ്ങനെ പാരലായിട്ട് എക്സ് വൈ പ്ലെയിനിന് പാരലായിട്ടല്ല കിടക്കുന്നത്. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ വിത്ത് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് നോർമലും ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 60 ഡിഗ്രി. ഇതാണ് എക്സ് ആക്സിസ്. ഇസഡ് ആക്സിസിന് പാരലായിട്ടാണ് ഞാൻ ഈ ലൈൻ വരച്ചേക്കുന്നത്. ഇതാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് ഈ സർക്കുലർ റീജിയൻ ഇരിക്കുന്നത്. സർക്കുലർ റീജിയൻ ഇങ്ങനെ 60 ഡിഗ്രി, അതിൻ്റെ നോർമൽ 60 ഡിഗ്രി ഇറ്റ് ഈസ് മേക്കിംഗ് വിത്ത് ഇസഡ് ആക്സിസ്. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇതിനകത്ത് കൂടി പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ പോകും? ഇങ്ങനെ പോകും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി പാരലൽ ടു ഇസഡ് ആക്സിസ്. ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചാൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ് ആണെങ്കിൽ ഇസഡ് ആക്സിസിന് പാരലായിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. അതാണ് ഈ വരച്ചേക്കുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കടന്നു പോവുകയാണ് പാരലായിട്ട്. അപ്പോഴാണ് ഞാനൊരു സാധനം തിരിച്ച് പിടിച്ചേക്കുന്നത്. ഇങ്ങനെ ഒരല്പം 60 ഡിഗ്രി തിരിച്ച് ഞാനൊരു സർക്കിൾ വെച്ചേക്കുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ദിസ് വിൽ ബി ദ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇതെന്ത് സാധനമാണ്? ഇത് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനാണ്. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്ടർ എ. അപ്പോൾ ഏരിയ വെക്ടർ എയും ഇലക്ട്രിക് ഫീൽഡ്, ചുരുക്കി പറഞ്ഞാൽ ഏരിയ വെക്ടർ എയും ഇലക്ട്രിക് ഫീൽഡും കൂടി സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളാണ് 60 ഡിഗ്രി. Now what is the formula for phi? Phi will be equal to surface integral E dot ds. That is equal to surface integral E ds cos theta is equal to E into, ഇവിടെ ഒരു കാര്യമുണ്ട്, ഇൻഫിനിറ്റ് ഷീറ്റ് ആകുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡിസ്റ്റൻസ്. മാത്രമല്ല അത് യൂണിഫോമുമാണ് എല്ലാ പോയിന്റിലും. So E can be taken out, surface integral ds cos theta, that is equal to E into surface integral ഏതിൻ്റെ? ഇതാണ് നമ്മളുടെ സർഫസ്. ഈ സർഫസ് ഇൻ്റഗ്രൽ ചെറുതായിട്ട് വായിച്ചാൽ എല്ലാം കൂടി കൂട്ടുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ. ഏരിയ ഓഫ് ദ സർക്കിൾ തന്നിട്ടുണ്ടോ? ഇല്ല. റേഡിയസ് തന്നിട്ടുണ്ട്. സോ this will be equal to E into area of the circle into cos 60 degree. Theta is 60. അപ്പോൾ cos 60 degree. That will be equal to E into A into, what is cos 60? 1/2. That is equal to EA by 2. This is phi. ഏരിയ നമുക്കറിയാം, πr² ആണ്. π ഇൻറ്റു
0.1 meter r square. ഈ കൂടി കണ്ടുപിടിച്ചാൽ യു വിൽ ഗെറ്റ് 5. ഈ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ നേരത്തെ ഒരു ഫോമുല എഴുതിയിരുന്നു. നമ്മൾ ഗോസ് ലോ ഉപയോഗിച്ച് ഒരു ഇൻഫിനിറ്റ് ഷീറ്റിൻ്റെ ഇ വിൽ ബി ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇടുക 5 വിൽ ബി ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എ ബൈ 4 എപ്സിലോൺ 0. ദാറ്റ് വിൽ ബി ഈക്വൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ തന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ തന്നത് മുഴുവൻ എഴുതിയെടുക്കണം, താഴത്ത് എഴുതിയെടുക്കണം. സോ സിഗ്മ ഈസ് ഈക്വൽ ടു സ്റ്റെപ്പ് എഴുതുക. സിഗ്മ ഈസ് ഈക്വൽ ടു 5 × 10⁻⁻6 coulomb per meter square. Then area radius is equal to 0.1 meter. So area A will be equal to pi into 0.1 whole square is equal to 3.14 into 10⁻⁻². -1, it will -2. So that will be the area. Epsilon 0 value അറിയാം 8.85 into 10⁻12. So that will be equal to 5 into 10⁻6 into 3.14 into 0.1 meter is that will be equal to 5 into 10⁻6 into 3.14 into 0.1 meter is 10⁻1 meter. So 10⁻1 the whole square by 4 into 8.854 into 10⁻12. So you calculate the answer. അപ്പോൾ ഇതാണ് 5. അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായാണ്. XY പ്ലെയിനിന് പാരലലായിട്ട് കിടക്കുന്ന ഒരു പ്ലെയിൻ ഷീറ്റ്. ഈ ഏരിയ നമ്മൾ ഇമാജിൻ ചെയ്ത ഏരിയ ദാറ്റ് ഈസ് ഇൻ ദ നോട്ട് പാരലൽ ടു XY പ്ലെയിൻ, ഇറ്റ് ഈസ് ടിൽറ്റഡ് ബൈ ആംഗിൾ 60 വിത്ത് ദ Z ആക്സിസ്. എന്ന് വെച്ചാൽ അതിൻ്റെ നോർമലും Z ആക്സിസുമായിട്ട് 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ തീറ്റ ഈസ് 60. മനസ്സിലായി? അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് എഴുതിയെടുത്തോളാം. ഓക്കെ.